നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് കേസുകളുടെ എല്ലാ വശങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി പരിശോധിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. വിവിധ കൃഷിഭവനുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും കുടുംബശ്രീകളുടെയും നേതൃത്വത്തിൽ ഓണം വിപണികൾ സജീവം. റാന്നി അവിട്ടം ജലോത്സവം സെപ്റ്റംബർ 15-ന് വിപുലമായ ഒരുക്കങ്ങൾ. ഓണാഘോഷങ്ങളിൽ മുങ്ങി റാന്നി. വിവിധ സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന ഓണക്കാഴ്ചകൾ. വിദേശ മലയാളികളും ഓണാഘോഷത്തിൽ. വാർത്തകൾ വിശദമായി. മുൻ മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് കേസുകളുടെ എല്ലാ വശങ്ങളും കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി പരിശോധിക്കുമെന്ന് കെപിസിസി പ്രസിഡന്റ് വി.എം. സുധീരൻ. വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷമേ അഭിപ്രായ പ്രകടനം നടത്തൂ. ബാബുവിനെതിരായ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അഭിപ്രായം UDF യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. UDFും വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച വിഷയം രാഷ്ട്രീയകാര്യ സമിതിയിൽ പരിശോധിക്കും. മദ്യനയം ഗുണം ചെയ്തില്ലെന്ന് പറയുന്നത് അത് അട്ടിമറിക്കുവാൻ ശ്രമിച്ചവരാണെന്ന് അദ്ദേഹം ആരോപിച്ചു. നയം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന പ്രചാരണ വേലകൾ. മദ്യനയത്തിൽ മാറ്റം വരുത്തുവാൻ ജനങ്ങളുടെ ഹിതപരിശോധന നടത്തുക മാത്രമാണ് പോംവഴിയെന്നും തട്ടിക്കൂട്ടി എന്തെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും വി.എം. സുധീരൻ വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമരകാലത്ത് വഞ്ചകരും കരിങ്കാലികളുമായിരുന്നവർ ഇപ്പോൾ രാജ്യസ്നേഹം ചമയുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യസ്നേഹം ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഫാസിസ്റ്റുകളെ തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമരത്തിൽ അറിയപ്പെടാത്ത ചരിത്രമാണ് വക്കം അബ്ദുൽ ഖാദറിന്റേതെന്നും 73ാമത് രക്തസാക്ഷിത്വ ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ പറഞ്ഞു. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 00237 9447 65036. വാർത്തകൾ തുടരുന്നു. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന ഓണം വിപണന മേളയ്ക്ക് തുടക്കമായി. ഓണക്കാലത്ത് ശുദ്ധമായ പച്ചക്കറികളും ഭക്ഷണ പദാർത്ഥങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ അങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെയും പഞ്ചായത്തിലെ കുടുംബശ്രീയുടെയും കൃഷിവകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ അങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് ഗ്രൗണ്ടിൽ ഓണച്ചന്ത ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാടിന്റെ അധ്യക്ഷതയിൽ MLA രാജു ഇബ്രഹാം ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. ജൈവ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിക്കാൻ കുടുംബശ്രീ സജീവമായ നേതൃത്വമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ഈ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ പ്രസിഡന്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് ലഭിക്കുന്ന ഒരു വിളവെടുപ്പ് ചടങ്ങ് തന്നെ നടക്കുകയും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ നമ്മുടെ നാളിൽ പച്ചക്കറികൾ വിഷരഹിതമായി ലഭിക്കാൻ കുടുംബശ്രീ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സേവനങ്ങളെ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയായി. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൃഷി വ്യാപിപ്പിക്കാൻ കഴിയണം. ഒരിക്കലും കൃഷി ഒരു നഷ്ടമല്ല എന്ന് നമ്മുടെ അനുഭവങ്ങൾ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അടുത്ത വർഷവും ഈ നിലയിൽ ഇതിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിച്ചുകൊണ്ട്
അങ്ങാടി കുടുംബശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഓണ ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം MG കണ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻസൺ തോമസ്, അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, അങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് മാത്യു, പഞ്ചായത്ത് സെക്രട്ടറി N സുരേന്ദ്രൻ, CDS പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ ഓണം വിപണനമേള ഉണ്ടായിരിക്കുന്നതാണ്. റാന്നി പഴവങ്ങാടി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണം പഴം പച്ചക്കറി വിപണി പ്രവർത്തനം ആരംഭിച്ചു. റാന്നി പഴവങ്ങാടി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണം പഴം പച്ചക്കറി വിപണി പ്രവർത്തനം ആരംഭിച്ചു. കൃഷിഭവൻ സംരംഭമായ ഓണം സമൃദ്ധിയുടെ ഭാഗമായി പഴവങ്ങാടി ചന്തയോട് ചേർന്നാണ് വിപണി ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആൻസൺ തോമസ് കണ്ണാടിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന ഉദ്ഘാടനം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുറ്റി ശാമുവൽ നിർവഹിച്ചു. ഓണം സമൃദ്ധി എന്ന പേരിൽ കേരള സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കൃഷി ഓഫീസുകൾ വഴി ആദ്യമായി ഇതിലും ഓണം പഴം പച്ചക്കറി വിപണന കേന്ദ്രങ്ങൾ ആരംഭിക്കുക. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള എക്കോ ഷോപ്പിംഗ് കേന്ദ്രമാക്കി ഇന്നു മുതൽ 13-ാം തീയതി വരെയാണ്. പഞ്ചായത്ത് അധികൃതർ, കൃഷിഭവൻ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിപണിയിൽ എല്ലാ കാർഷിക വിളകളും പഴങ്ങളും പച്ചക്കറികളും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ടൂറിസം വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിപുലമായ പരിപാടികളോടെ നടക്കും. 12-ന് വൈകിട്ട് 4:30-ന് ഇട്ടിയപ്പാറ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്ര ആരംഭിക്കും. തുടർന്ന് ഇട്ടിയപ്പാറ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ കലാഭവന്റെ ഗാനമേള, മിമിക്സ് പരേഡ് എന്നിവയുണ്ടാകും. SBT മാനേജിംഗ് ഡയറക്ടർ CR ശശികുമാറിനെ റാന്നി പൗരാവലി ആദരിക്കും. ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡലുകൾ അടക്കം നേടിയ TK പ്രസന്നകുമാറിനെയും ദേശീയ അധ്യാപക അവാർഡ് ജേതാവായ അധ്യാപകരായ VN സദാശിവൻ പിള്ള, ഗോപിനാഥൻ പിള്ള, ജയകുമാർ കൊടുമൺ എന്നിവരെയും യോഗത്തിൽ ആദരിക്കും. വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് നിർവഹിക്കും. MLA രാജു ഇബ്രഹാം അധ്യക്ഷത വഹിക്കും. ആന്റണി MP മുഖ്യ സന്ദേശം നൽകും. ജില്ലാ കളക്ടർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഞായറാഴ്ച വൈകിട്ട് 5-ന് ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഗാനമേള, വഞ്ചിപ്പാട്ട്, ശിങ്കാരിമേളം എന്നിവയുണ്ടാകും. റാന്നി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ തിരുവാതിരകളി മത്സരവും നടത്തും. പ്രൊഫസർ കടമ്മനിട്ട വാസുദേവൻ നായർ ഓണസന്ദേശം നൽകും. റാന്നി അവിട്ടം ജലോത്സവം സെപ്റ്റംബർ 15-ന് വലിയ പാലത്തിന് സമീപം പമ്പാ നദിയിൽ നടക്കും. മുണ്ടപ്പുഴ ഡെൽറ്റ കടവിനും പെരുമ്പുഴ കടവിനും മധ്യേയുള്ള നെട്ടായമാണ് ജലോത്സവ മേഖല. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലെ ജലരാജാക്കന്മാരായ 13 പള്ളിയോടങ്ങൾ അവിട്ടം ജലോത്സവത്തിൽ പങ്കെടുക്കും. മത്സര വള്ളംകളിയിൽ വിജയികളാകുന്ന A, B ബാച്ചുകളിലുള്ള പള്ളിയോടങ്ങൾക്ക് ഡെൽറ്റ ട്രോഫികളും ക്യാഷ് അവാർഡുകളും ജലോത്സവ സമിതിയുടെ ദക്ഷിണയും നൽകും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും MP, MLA-മാരും സിനിമാ താരങ്ങളും വിശിഷ്ടാതിഥികളായിരിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735 225237 9447 000237 9447 65036. വാർത്തകൾ തുടരുന്നു. USA ടാംബ സെന്റ് ജോർജ് ജ്ഞാനായ പള്ളിയിലെ ഓണാഘോഷം സെപ്റ്റംബർ 4-ന് വിവിധ പരിപാടികളോടുകൂടി നടന്നു. ടാംബ സെന്റ് ജോർജ് ജ്ഞാനായ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ഓണം ആഘോഷിച്ചു. റവറന്റ് ഫാദർ N ജേക്കബ് കോർ എപ്പിസ്കോപ്പയുടെയും വാഴയിൽ റവറന്റ് ഫാദർ എബ്രഹാം തോമസ് കോർ എപ്പിസ്കോപ്പയുടെയും നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയെ തുടർന്നായിരുന്നു ഓണാഘോഷങ്ങൾ. ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് ആൽവിൻ ആലുമൂട്ടിൽ സ്വാഗതം ആശംസിച്ചു. കേരള സാരിയും മുണ്ടും ജുബ്ബായും, മുണ്ടും വേഷ്ടിയും, ധാവണിയും പാവാടയും പട്ടുപാവാടയും എല്ലാം ധരിച്ച് ഓണത്തെ വരവേൽക്കാൻ മലയാളികളുടെ നിറസാന്നിധ്യം വേദിയെ ആവേശഭരിതമാക്കി. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഓണാഘോഷത്തിന്റെ പ്രസക്തി എന്നതിൽ ഷോണ CB തോമസ് വിഷയ അവതരണം നടത്തി. Hello everyone. First of all, let me wish everyone a happy Onam. I'm sure that all of us know the story behind Onam. We have
have been hearing about the great King Mahabali and how peaceful his kingdom was. Whatever the story behind it, it is a celebration to remember the good old times when values were cherished. Some people might ask or think why Christians are celebrating Onam when it is a Hindu festival. Please don't get confused. We are not worshiping anybody in Onam. We have only one God and we worship only Him. For us, Onam is a nostalgic memory of a festival which everyone in Kerala celebrates, regardless of religion. Onam is a traditional harvest festival in Kerala. All Keralites, irrespective of caste or creed, celebrate this festival. It's actually a journey back in time to the golden era of King Mahabali's rule. Jesus taught us that we can be perfect when we love the Lord our God with all our hearts, with all our mind, with all our strength. Why it's important to love, unity, and bond of common brotherhood among people. The quality of our life is measured according to the quality of our relationships. Love others, respect others, and learn from others. When we celebrate Onam today, place Christ at the center of your celebration and demonstrate enthusiasm for Indian culture with the light of Christ. Happy Onam to everyone. Thank you. അഞ്ജലീന ചാക്കോയും സംഘവും അവതരിപ്പിച്ച നൃത്തവും ശ്രദ്ധേയമായിരുന്നു. റവറൻ ഫാദർ എൻ ജേക്കബ് കോർ എപ്പിസ്കോപ്പ, റവറൻ ഫാദർ എബ്രഹാം തോമസ് കോർ എപ്പിസ്കോപ്പ വാഴിയിൽ എന്നിവർ ഓണ സന്ദേശം നൽകി. ഈ വർഷത്തെ തിരുവോണം വലിയ ആഘോഷം ഇടവയിൽ കൂടി വരുന്ന എല്ലാവരും കൂടെ ഇന്ന് ആഘോഷിക്കുകയാണ്. ഓണത്തെ കുറിച്ച് ഇവിടെ ഒരു ഉപന്യാസം വായിച്ച് എല്ലാവരും കേട്ടു. മാവേലി നാടുവാണിയുടെ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇന്ന് മലയാളികളെല്ലാവരും ഈ കാലത്ത്, ഈ ഓണത്തിൻ്റെ കാലത്ത് ഓർക്കുകയും പാടുകയും ചെയ്യുന്ന ഒരു പാട്ടിൻ്റെ ഈരടികളാണ്. അന്ന് മഹാബലി നാടുവാണിരുന്ന കാലത്ത് കള്ളമില്ല, ചതിവില്ല, കൊള്ളയില്ല, കൊള്ളുവയ്പില്ല, അങ്ങനെ നല്ല ഒരു കാലം ആയിരുന്നു എന്ന് നാം ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. യഹോവയായ ദൈവം കയീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? കയീനേ, നിന്റെ സഹോദരൻ എവിടെ? അപ്പോൾ സഹോദരനെ അവനെ പോലെ സ്നേഹിക്കണമെന്നുള്ള, അവനെ പോലെ കരുതണമെന്നുള്ള ആ ഒരു വലിയ ദൂത് അല്ലെങ്കിൽ ഒരു കൽപ്പന ആദ്യം മുതലേ നമുക്കുള്ളതാണ്. വീണ്ടും മോശയ്ക്ക് കൊടുത്തായ കൽപ്പനകൾ, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ ഒരു ദൂതാണ് ഇതിനകത്തൊക്കെ നാം കാണുന്നത്. സമസൃഷ്ടികളെ സ്നേഹിക്കുവാനും തന്നെ പോലെ അവരെ കാണുവാനും അവർക്ക് ആവശ്യമുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാനും അവരെ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുവാനും ആ ഒരു കാഴ്ചപ്പാടാണ് നാം ആദ്യം മുതലേ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. ആ ഒരു ദൂതിൻ്റെ ഒരു ഭാഗമാണ് ഈ തിരുവോണ നാളിലും
നാം അനുസ്മരിക്കുന്നത്. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. This is a wonderful occasion, Onam. Onam is the Fairumba, right? There was a period when Kerala means most of us come from different parts of Kerala. Most of us here come from the central part of Kerala. But anyway, the belief is that there was a time when everyone was equal. It was Mahabali. There is a restaurant in Kottayam recently opened, Mahabali. Mahabali means a big stomach. So if you go there, you can have fill your belly as much as you want to. But Mahabali means there's a time when a king ruled Kerala. And everyone was happy, everyone shared, such and said. And I think that's something that we have to think about. So if everyone is to be happy, we have to share what we have with other people as much as we can. And everyone has to be caring for each other. And I think a church is something that really only when that happens, a church is a true church. We have to be concerned for each other. Why? Because God loves everyone equally. ജോസഫ് കുട്ടി ജെയ്മോൻ ഗാനം ആലപിച്ചു. ഒന്നും രണ്ടാണ്, നമ്മ രണ്ടും ഒന്നാണ്, എന്റെ നെഞ്ചിൽ നീയാണ് ഫാത്തിമ, ഫാത്തിമ. എബിൻ സജിയും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട് കേരള തനിമയെ ഓർമ്മപ്പെടുത്തി. ഷീജ സിബിയും സംഘവും നാടൻപാട്ട് അവതരിപ്പിച്ചു. കണ്ണമീനും ചെമ്പാടലിന്റെ ചോറ് തിളയ്ക്കുമ്പോ നെയ്യിട്ടിളക്കടി കണ്ണമ്മേതകലാലേ
കേരളത്തിന്റെ സംസ്കാരവും പൈതൃകവും ഉയർത്തിപ്പിടിച്ച് അമേരിക്കൻ മലയാളികൾ നടത്തിയ ദൃശ്യവിരുന്ന് ഓണത്തിന്റെ സന്തോഷത്തെ പത്തരമാറ്റ വർണ്ണാഭമാക്കി. ആഘോഷങ്ങളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. കൊണ്ട് മോടും പൊന്നും ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാക്കത്താടും ചെമ്പാവിൻ പാടം. ഭാരതീയ വികലാംഗ സമിതി അങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണം കിറ്റ് വിതരണം നിർവഹിച്ചു. ഭാരതീയ വികലാംഗ സമിതി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അങ്ങാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. PJT ഹാളിൽ നടന്ന പരിപാടി MLA രാജു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഭാരതീയ വികലാംഗ സമിതി ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ ധാരാളം ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി അംഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ സംഘടന നടത്തുന്ന ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം അത് ഏറ്റവും അർഹിക്കുന്ന കാര്യമാണ്. കാരണം ധാരാളം ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഉണ്ട്. അത് വേണ്ടപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ചുമതലയാണ് ഇതേപോലെയുള്ള സംഘടനകൾ നിർവഹിക്കുന്നത്. വികലാംഗരായിട്ടുള്ള ആളുകൾ അവർക്കെല്ലാ ഓഫീസുകളും കയറി ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അവിടെയാണ് ഇത്തരം സംഘടനകളുടെ പ്രസക്തി ഉയർന്നത്. യൂണിറ്റ് പ്രസിഡന്റ് മേരിക്കുട്ടി വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മധു മുഖ്യാതിഥിയായിരുന്നു. പൊന്നിൻ ചിങ്ങവാസം മഹാബലി തമ്പുരാന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് പൊന്നിൻ ചിങ്ങമാസത്തെ കാത്തിരിക്കുന്നവരാണ് നമ്മളേവരും. ഇന്ന് TV യുഗങ്ങളിലേക്കും കമ്പ്യൂട്ടർ യുഗങ്ങളിലേക്കും മാറിയതുകൊണ്ട് പണ്ടുള്ള തുമ്പിതുള്ളൽ ഓണക്കളികൾ എല്ലാം പാടെ മറന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓണത്തെ അന്ന് കള്ളവും ചതിയുമില്ലാത്ത ഒരു പൊന്നോണം ഒരു നാടായിരുന്നു എന്നാണ് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതും കേൾക്കുന്നതുമെല്ലാം. സമിതി ജില്ലാ പ്രസിഡന്റ് ശശീന്ദ്രൻ പെരുന്നാട് മുഖ്യപ്രഭാഷണം നടത്തി. ഓണക്കിറ്റ് വിതരണ ഉദ്ഘാടനം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട് നിർവഹിച്ചു. ഭിന്നശേഷിയുള്ളവരുടെയും കുടുംബത്തിന്റെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം അനി വലിയകാല നിർവഹിച്ചു. അവയവദാന സമ്മതപത്രം വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി പണ്ഡിറ്റ് നിർവഹിച്ചു. യൂണിറ്റ് ഭാരവാഹികളും ജനപ്രതിനിധികളും ആശംസകൾ അറിയിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫെനി ചാക്കോ കൃതജ്ഞത അറിയിച്ചു. SBI ലൈഫ് റാന്നി ബ്രാഞ്ചിന്റെ ഓണാഘോഷം PJT ഹാളിൽ നടന്നു. SBI ലൈഫ് റാന്നി ബ്രാഞ്ച് ഓണാഘോഷ പരിപാടികൾ റാന്നി അങ്ങാടി PJT ഹാളിൽ നടന്നു. സീനിയർ ബ്രാഞ്ച് മാനേജർ ഓണ സന്ദേശം നൽകി. കലാകാരൻ ബിജു മാവേലിക്കരയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടന്നു. അത്തപ്പൂക്കള മത്സരവും ഉണ്ടായിരുന്നു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. രാവിലെ 9:30 മുതൽ 1 മണി വരെ നടന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. റാന്നി പെരുമ്പുഴ സാർക്ക് ട്യൂഷൻ സെന്ററിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. വിദ്യാർത്ഥികൾ അത്തപ്പൂക്കളം ഒരുക്കി. ഓണത്തനിമയാർന്ന വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. ഓണാഘോഷത്തിന്റെ ആവേശത്തിനീർപ്പിനൊപ്പം ഓണസദ്യയും ഒരുക്കിയിരുന്നു. കാലം ചെയ്ത കിഴക്കിന്റെ വലിയ മെത്രാപ്പോലീത്ത എബ്രഹാം മാർ ക്ലീമിസ് തിരുമേനിയുടെ 14ാമത് ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ച് അനുസ്മരണ കമ്മിറ്റി റാന്നി മേഖല ആലോചനാ യോഗം ഞായറാഴ്ച 4 മണിക്ക് ഇട്ടിപ്പാറ സെന്റ് മേരീസ് കുരിശുപള്ളിയിൽ നടക്കുമെന്ന് മേഖലാ പ്രസിഡന്റ് ആലിച്ചൻ ആറന്നിൽ അറിയിച്ചു. യോഗത്തിൽ മേഖലാ ഇടവകളിൽ നിന്നുള്ള വൈദികരും ഭാരവാഹികളും അനുസ്മരണ കമ്മിറ്റി അംഗങ്ങളും എത്തിച്ചേരേണ്ടതാണ്.
കലക്ട്രേറ്റിലും താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. ഓണത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന തുടർച്ചയായ അവധി ദിനങ്ങളിൽ ജില്ലയിൽ അത്യാഹിതങ്ങൾ, അനധികൃത പ്രവർത്തനങ്ങൾ എന്നിവ ഉണ്ടായാൽ അവ നേരിടുന്നതിന് കലക്ട്രേറ്റിൽ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലും താലൂക്ക് ഓഫീസുകളിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരുടെ നേതൃത്വത്തിലും കൺട്രോൾ റൂം പ്രവർത്തിക്കുമെന്ന് ADM അറിയിച്ചു. ഫോൺ നമ്പറുകൾ പറയുന്നു: പത്തനംതിട്ട കളക്ട്രേറ്റ് 0468222515, റാന്നി താലൂക്ക് ഓഫീസ് 0473527442, കോഴഞ്ചേരി താലൂക്ക് ഓഫീസ് 0468222221, തിരുവല്ല 046926013003, മല്ലപ്പള്ളി 046926822293, കോന്നി 0468224087, അടൂർ 047342242826. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്ഷ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. അങ്ങാടി 7ാം വാർഡ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തിയ കൃഷികളുടെ വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം B. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് കുടുംബശ്രീ അംഗങ്ങൾ ഓണം വിപണി മുന്നിൽ കണ്ട് നടപ്പാക്കിയ കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ B. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജൈവ പച്ചക്കറി ഉത്പാദനത്തെ പറ്റി നമ്മൾ ഇപ്പോൾ കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ പറയുകയുണ്ടായി. തീർച്ചയായിട്ടും വിഷാംശം ചേരാത്ത പച്ചക്കറികൾ അങ്ങാടിയിലെ കുടുംബശ്രീ അമ്മമാർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ 7ാം വാർഡിലാണ്. അതിൻ്റെ 100 കണക്കിന് ചേനകൾ നടുകയും അതോടൊപ്പം തന്നെ 100 കണക്കിന് ഏത്തക്കൊലകൾ ഇപ്പോൾ വെട്ടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും വേണ്ട രീതിയിലുള്ള എല്ലാവിധമായ പച്ചക്കറികളും ഈ 7ാം വാർഡിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡുകളിലും ഇതുപോലെ കുടുംബശ്രീ അമ്മമാർ ഈ നാളെ നടക്കുന്ന അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ഓണവിപണിയിൽ, ഓണച്ചന്തയിൽ എല്ലാ വാർഡുകളിൽ നിന്നും ഇഷ്ടം പോലെ പച്ചക്കറികൾ, വിഷാംശം ചേരാത്ത പച്ചക്കറികൾ നമ്മുടെ വിപണിയിലെത്തും. നാളെ അങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓണച്ചന്തയാണ്. CDS ചെയർപേഴ്സൺ ഓമന രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ നേതൃത്വത്തിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംഘകൃഷി യൂണിറ്റുകൾക്ക് ഗവൺമെൻറ് പലിശരഹിത ലോൺ സഹിതം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ അങ്ങാടി പഞ്ചായത്തിൽ ഇപ്രകാരം ഒരു കൃഷി സംഘടിപ്പിക്കട്ടെ തന്നെ. ഇവിടെ നല്ല രീതിയിൽ ഈ കൃഷി സംഘടിപ്പിച്ച് നല്ല സംഘകൃഷി യൂണിറ്റുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്രയും നല്ല ഒരു ഉൽപ്പന്നങ്ങളെ ഈ ഓണവിപണിയിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. നമുക്ക് അത്ര 66 യൂണിറ്റുകളാണ് അങ്ങാടിയിൽ പ്രവർത്തിക്കുന്നത്. വിഷരഹിതമായ ഉൽപ്പന്നങ്ങളെ നാടിന് സമ്മാനിച്ചുകൊണ്ട് നാടിൻ്റെ സമ്പത്തിനെയും ജനങ്ങളെയും സംരക്ഷിക്കുവാൻ കുടുംബശ്രീ എടുത്ത ത്യാഗമായിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് അങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പ്രോത്സാഹന സഹായങ്ങളും ഇവർക്കുണ്ട്. അതോടൊപ്പം മാത്രമല്ല നമ്മുടെ വാർഡ് മെമ്പറായിരിക്കുന്ന ശ്രീ സുരേഷ് അവറുകളാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നിട്ട് നിന്ന് സഹായിക്കുന്ന വ്യക്തിയാണ്. ബീന മധു, ശ്യാമള ശ്രീനി, സുനി മുരളി എന്നിവർ പ്രസംഗിച്ചു. ഓണം വിപണന മേളയിൽ ജൈവവള പ്രയോഗത്തിലൂടെ മാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്ത വിളകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനാണ് കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങളുടെ പദ്ധതി. റാന്നി ECHS പോളിക്ലിനിക്കിന്റെ പ്രവൃത്തി ദിനത്തിൽ മാറ്റം. ഓണം ബക്രീദ് പ്രമാണിച്ച് 13, 14 തീയതികളിൽ അവധിയായതിനാൽ 12ാം തീയതി സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലെ ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2017-18 അധ്യയന വർഷത്തിൽ 6ാം ക്ലാസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ഫോറം അടങ്ങിയ വിവരണ പത്രിക ജില്ലയിലെ നവോദയ വിദ്യാലയം, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ, അംഗീകൃത വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ സൗജന്യമായി ലഭിക്കും. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 16. കൂടുതൽ വിവരങ്ങൾക്ക് 047352655246 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. സാന്ത്വന സമൃദ്ധിയും പുഞ്ചിരി പൂക്കളവും റാന്നി പഴവങ്ങാടിക്കര BRC അങ്കണത്തിൽ നടത്തും. ലയൺസ് ക്ലബ്ബ് റാന്നിയും വഴികാട്ടിയും സംയുക്തമായി സെപ്റ്റംബർ 13 നടത്തുന്ന പരിപാടി രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ ഉദ്ഘാടനം ചെയ്യും.
ബെന്നി പുത്തൻപറമ്പിൽ അധ്യക്ഷത വഹിക്കും. രാജു ഇബ്രഹാം MLA അവാർഡ് ദാനം നിർവഹിക്കും. കലാമത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാമധു ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മത്സരങ്ങളും ഓണസദ്യയും ഉണ്ടായിരിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ കണ്ടെത്തുന്നതിനും യോഗം തീരുമാനിച്ചു. ആലച്ചൻ ആറുന്നലിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ബാപ്പു വളയനാട്ട്, റെജി പി ചാക്കോ, സമദ് മേപ്രത്ത്, ബിനു കെ സാം, VG കിഷോർ, രാജേഷ് VR, റജീന ബീഗം തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ മന്ത്രി കെ ബാബുവിനെതിരായ വിജിലൻസ് കേസുകളുടെ എല്ലാ വശങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി പരിശോധിക്കുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. വിവിധ കൃഷിഭവനുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും കുടുംബശ്രീകളുടെയും നേതൃത്വത്തിൽ ഓണം വിപണികൾ സജീവം. റാന്നി അവിട്ടം ജലോത്സവം സെപ്റ്റംബർ 15-ന് വിപുലമായ ഒരുക്കങ്ങൾ. ഓണാഘോഷങ്ങളിൽ മുങ്ങി റാന്നി. വിവിധ സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന ഓണക്കാഴ്ചകൾ. വിദേശ മലയാളികളും ഓണാഘോഷത്തിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.